വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കമ്പത്തുള്ള മുന്തിരിത്തോട്ടത്തിലാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇതാ കുടുംബസമേതം പോയിട്ടുണ്ട്. അപ്പുക്കുട്ടൻ ഫസ്റ്റ് ടൈമാണ്. ഏതായാലും എത്ര എടുത്താലും എനിക്ക് മതിയാകില്ല ഫോട്ടോസും വീഡിയോസും കേട്ടോ. അതിന് എല്ലാവരും ഇങ്ങനെ മടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കാതെ വിടും. പിന്നെ എനിക്ക് അവിടെ കുറേ റൈഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊന്നും കയറാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പുക്കുട്ടൻ ഓടി നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വീഡിയോസ് ഒരുപാട് എടുത്തുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ നേരെ കമ്പത്ത് വിട്ടു. അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു കരിക്കും വെള്ളം കുടിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ 2 കരിക്ക് പറഞ്ഞു. അപ്പുക്കുട്ടൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഒരു കുപ്പിക്കകത്ത് ഞങ്ങൾ കരിക്കും വെള്ളം ആക്കി. പിന്നെ ആ കടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് മുട്ടായി വാങ്ങി. അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഒരു മുട്ടയുടെ പേര് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു കോക്കോ മുട്ടായി എന്നാണ്. ഇതെനിക്കൊന്ന് ഗ്യാസ് മുട്ടയാണ്. ഇതാണ് കോക്കോ മുട്ടായി എന്ന് പറഞ്ഞത്. എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കപ്പലിൻ്റെ ഒക്കെ കഴിക്കുന്ന മുട്ടായി കഴിക്കുന്ന ടേസ്റ്റേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു മുട്ടയുടെ പേരുണ്ടായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി. അതും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആ കുഞ്ഞ് നമ്മുടെ കമ്പം മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ഇല്ല, ചൊവ്വാഴ്ചയുള്ളതെന്ന് പറഞ്ഞു. പിന്നെ അതുവഴി ഞങ്ങൾ കുഞ്ഞ് റോഡ് വഴി പോയി. അന്നേരമാണ് മുറ്റത്ത് കണ്ടപ്പോൾ ഒരു അതിഥി നിൽക്കുന്നത് കണ്ടത്. നല്ല പോരു വഴിയാണെന്ന് തോന്നുന്നു. അത് തിരിഞ്ഞ കുറച്ച് നേരം അതിനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. പിന്നെ വണ്ടി വിട്ടു പോയി കേട്ടോ. ഇതിൽ അത്യാവശ്യം തിരക്കുകളൊന്നുമില്ല. പക്ഷേ അവിടെ ഉള്ളവരെല്ലാം നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഈ പുള്ളിയുടെ മരമാണ് നിൽക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. വണ്ടി നിർത്തി കുറച്ച് പുളി പറിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നിർത്തിയില്ല. ഞങ്ങളിങ്ങനെ വിട്ടു പോരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടതാണ് ഈ പഞ്ഞിമരം. എല്ലായിടത്തും ഉണ്ട്. അവിടെ ഒരുപാട് സ്ഥലത്ത് കണ്ടു ഈ പഞ്ഞിമരം. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വിട്ടുപോയതായാലും നല്ല രസം തമിഴ്നാട് കാണാൻ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്ര എക്സ്പ്ലോർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞങ്ങളൊരു കൊച്ചു റോഡ് വഴിയാണ് കയറിയിരിക്കുന്നത്. ഹൈവേ അല്ല, ഒരു കുഞ്ഞ് റോഡ് വഴിയാണ് കയറിയിരിക്കുന്നത്. വഴി വേണ്ട. പിന്നെ ഞങ്ങൾ ഹൈവേയിൽ കയറി. അന്നേരം മുതൽ അമ്മ പറയുന്നുണ്ട് പുളി വേണമെന്ന്. ഏതായാലും പുളി വാങ്ങാനുള്ള തത്രപ്പാടാണ്. ഇനി ഈ മേഘമൊക്കെ നോക്കി എന്ത് രസമാണ്. റോഡൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. വിട്ടങ്ങ് പോയാൽ മതി. പക്ഷെ ഞങ്ങൾ പതുക്കെയാണ് പോയി, ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ പിന്നീട് ഒരു പുളി വാങ്ങാൻ ചേച്ചിയുടെ കടയിൽ നിർത്തി. അവിടുന്ന് ഞങ്ങൾ മാങ്ങായും പുളിയും വാങ്ങി കേട്ടോ. എനിക്കൊന്നും ഇത്ര രൂപയാണ് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ പുളിയൊക്കെ ഉണക്കാനിട്ട് അതിനിടയ്ക്ക് പോയി ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു കേട്ടോ. പിന്നീട് അവിടെ കണ്ട ഒരു മരത്തിൽ നിന്ന് കുറച്ച് ഇത് ഞങ്ങളുടെ നാട്ടിൽ പഞ്ചാരക്ക എന്നാണ്, നല്ല പഞ്ചാര മരം. ഏതായാലും അതിന് നല്ല മധുരമാണ്. അവിടെ ഇറങ്ങിയപ്പോൾ നല്ല കാറ്റും. പിന്നീട് കുറച്ച് അങ്ങനെ ഇപ്പോൾ ആ മരത്തിൽ നിന്ന് കുറേ കാവുകളൊക്കെ പറിച്ചു. അപ്പുക്കുട്ടന് ഉടനെ അത് വേണം. ഏതായാലും അതെല്ലാം കൂടെ ഒരു പരുവാക്കി ദേഹത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. കഴിച്ചൊന്നുമില്ല. പിന്നീട് കുറച്ച് അപ്പുറത്തുനിന്ന് മാറി ഒരു പാക്കറ്റ് മുന്തിരിയും ഞങ്ങൾ വാങ്ങി. ഏതായാലും വില അപ്പുറത്ത് കുറവായിരുന്നു, ഇപ്പുറത്ത് കൂടുതലായിരുന്നു. ഞങ്ങൾ ചമ്മിപ്പോയി. പിന്നീട് അങ്ങ് ദൂരെ നോക്കിയാൽ പെൻ സ്റ്റോക്ക് പൈപ്പൊക്കെ കാണാൻ പറ്റും. പിന്നീട് ഇന്നത്തെ യാത്രകളൊക്കെ ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഞ്ഞിമരം. അന്നേരം ഞങ്ങൾ പറഞ്ഞു കുറച്ച് പഞ്ഞിമരം കണ്ടപ്പം പഞ്ഞി എടുക്കാമെന്ന്. അമ്മ അന്നേരം പറഞ്ഞു ഞങ്ങൾ 3 പേരും കുഞ്ഞാന സമയത്ത് ഇതുപോലെ പഞ്ഞിമരമൊക്കെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചോട്ടിൽ പോയി കിടന്ന് ഭയങ്കര പഞ്ഞി പറക്കെ കൊണ്ടൊക്കെ വരുന്ന പരിപാടികളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ അതൊക്കെ ഒരു ഓർമ്മ മാത്രമേ. ഇപ്പം ആ ഏറിയിലെങ്കിലും പഞ്ഞിമരം കാണാനില്ല. പിന്നീട് ഞങ്ങൾ നേരെ കുമളി ചെക്ക് പോസ്റ്റ് വന്നു. നമ്മുടെ ബോർഡറിലോട്ട് കയറി.